വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പ്രിയമുള്ളവരെ, ആ നിമിഷം തന്നെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പ്രിയപുത്രൻ നൊന്തുനീറുന്ന സഹോദരങ്ങളുടെ വേദനയെ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിന്മീതെ പരിവർത്തിച്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഈ സമയം ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങളുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളെയും ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്തുതിപ്പിൻ്റെ പുതിയൊരു അഭിഷേകം, സ്വർഗീയ അഭിഷേകം പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളിലും പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിലെ അനുകൂലമായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനി 5-ാം അധ്യായം 16, 17, 18 തിരുവചനങ്ങൾ. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതം എന്താണ് എന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുക. പ്രത്യേകിച്ച് ഈ സമയം നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുകൂലമായ സാഹചര്യത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം ദൈവം തരാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവം നൽകാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമായി തീരുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതം ഏറ്റവും സമാധാനത്തിൻ്റെ കൃപയിലായിത്തീരുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവമേറെ ആത്മീയ നന്മകൾ വർഷിക്കാറുണ്ട്, ആത്മീയ അനുഗ്രഹങ്ങൾ വർഷിക്കാറുണ്ട്, ഭൗതിക നന്മകൾ വർഷിക്കാറുണ്ട്, ഭൗതിക അനുഗ്രഹങ്ങൾ വർഷിക്കാറുണ്ട്. ഈ ആത്മീയ നന്മകളെ ഓർത്ത്, ആത്മീയ അനുഗ്രഹങ്ങളെ ഓർത്ത്, ഭൗതിക നന്മകളെ ഓർത്ത്, ഭൗതിക അനുഗ്രഹത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുക.
കാരണം മനുഷ്യൻ ഈ ലോകത്തിൽ സ്വന്തമാക്കുന്നതല്ല, മനുഷ്യൻ ഈ ലോകത്തിൽ ആർജിക്കുന്നതല്ല, മനുഷ്യൻ ഈ ലോകത്തിൽ നേടിയെടുക്കുന്നതല്ല, ദൈവം അവന് അവസരം കൊടുത്തത് കൊണ്ടാണ് എന്നുള്ള സത്യത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യക്തി ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങും. അവിടെ മുതലാണ് ആ വ്യക്തിയിലേക്ക് അനുഗ്രഹം ഒഴുകുവാനായിട്ട് തുടങ്ങുക, അഭിഷേകം കടന്നു വരുവാനായിട്ട് തുടങ്ങുക. എഫേസ്യർക്കെഴുതിയ എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 5-ാം അധ്യായം 20-ാം തിരുവചനം, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നിങ്ങളെപ്പോഴും കൃതജ്ഞത അർപ്പിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് എല്ലാ നിമിഷവും കൃതജ്ഞത അർപ്പിക്കുവിൻ. യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ അനുകൂലമായ സാഹചര്യത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുക. കാരണം ദൈവം തരാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാം ദൈവം ദാനമായി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ്, ദാനമായി നമുക്ക് നൽകിയത്. 1 കൊറിന്ത്യർ 4-ാം അധ്യായം 7-ാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നു. മനുഷ്യ, നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു? മനുഷ്യ, നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി എല്ലാ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മനുഷ്യ, നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭൗതികമായ അനുഗ്രഹങ്ങളും ഭൗതികമായ നന്മകളും ആത്മീയമായ അനുഗ്രഹങ്ങളും ആത്മീയമായ നന്മകളും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. എല്ലാം ദാനമാണ് എന്നുള്ള ആത്മീയ അറിവിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് ദൈവതിരുമുമ്പിൽ നന്ദിയും സ്തുതിയും അർപ്പിക്കുവാനായിട്ട് സാധിക്കുക. ദാനമല്ല എന്ന മട്ടിൽ ചിന്തിച്ച് അഹങ്കാരത്തിന് ചിന്തയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ കഴിവുകളെയും അറിവുകളെയും സ്ഥാനമാനങ്ങളെയും ഡിഗ്രിയെയും സമ്പത്തിനെയും ഒക്കെ ഓർത്ത് ഒരിക്കലും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനോ സ്തുതി അർപ്പിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് വചനം പറയുകയാണ്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു? നിൻ്റെ ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ്, നിൻ്റെ അറിവ് ദൈവത്തിൻ്റെ ദാനമാണ്, നിൻ്റെ കഴിവ് ദൈവത്തിൻ്റെ ദാനമാണ്, നിൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്, നിൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ്, നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, നിൻ്റെ ജീവിത പങ്കാളി ദൈവത്തിൻ്റെ ദാനമാണ്, നിൻ്റെ മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ലോകത്തിൽ ഞാൻ എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടോ,
എന്തെല്ലാം ആർജിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം എനിക്ക് അവസരം നൽകിയതുകൊണ്ട്, ദൈവം എനിക്ക് ആരോഗ്യം തന്നതുകൊണ്ട്, ദൈവം എനിക്ക് സൗന്ദര്യം നൽകിയതുകൊണ്ട്, ദൈവം എനിക്ക് സമ്പത്ത് നൽകിയതുകൊണ്ടാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ഒരാത്മാവ് ദൈവതിരുമുമ്പിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ഹൃദയമുയർത്തി പ്രാർത്ഥിക്കും. ദൈവമേ, ഈ ഭൗതികമായ നന്മകളെ ഓർത്ത് നീ സ്തുതിക്കുന്നു, എൻ്റെ കഴിവിനെ ഓർത്ത് നീ സ്തുതിക്കുന്നു, എൻ്റെ അറിവിനെ ഓർത്ത് നീ സ്തുതിക്കുന്നു, എൻ്റെ ഡിഗ്രി ഓർത്ത് നീ സ്തുതിക്കുന്നു, എൻ്റെ ജോലി ഓർത്ത് നീ സ്തുതിക്കുന്നു, എൻ്റെ സമ്പത്തിനെ ഓർത്ത് നീ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ദൈവം തന്ന ഭൗതികമായ നന്മകളെ, ആത്മീയമായ നന്മകളെ ദൈവത്തിനുമുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ സംരക്ഷണം നമ്മുടെ ഭൗതികമായ നന്മകളുടെ മേൽ കടന്നു വരുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. ഇന്ന് അനേകർ അവരുടെ അഹങ്കാരമായ ചിന്തയിലിരിക്കുകയാണ്. എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ നേടിയെടുത്തു, എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ ഡിഗ്രി കൊണ്ട്, ഞാൻ അധ്വാനിച്ചത് കൊണ്ട്, ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് നേടിയെടുത്തതാണ് ഇതെല്ലാം എന്നുള്ള ജഡികമായ ചിന്ത, ലോകത്തിൻ്റെ ചിന്ത, അഹങ്കാര ചിന്ത മനുഷ്യ ഹൃദയങ്ങളെ മൂടിയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവ സ്തുതിപ്പുകളോ നന്ദിയുടെ പ്രാർത്ഥനകളോ ഉയരാതിരിക്കുന്നു. നമ്മൾ നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം അധ്യായം 17-ാം തിരുവചന പ്രകാരം വെളിപ്പെടുത്തി തരുന്നു. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നീ ഹൃദയത്തിൽ ഒരിക്കലും പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തന്നത്. വ്യക്തമായി തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നു. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നീ ഹൃദയത്തിൽ ഒരിക്കലും പറയരുത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്മരിക്കണം. അവിടുന്നാണ് സമ്പത്ത് നേടുവാൻ നിനക്ക് ശക്തി തന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഴിവല്ല, എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ അറിവല്ല, എൻ്റെ ഡിഗ്രിയല്ല, എൻ്റെ അധ്വാനമല്ല, എൻ്റെ രക്തത്തിൻ്റെ തിളപ്പല്ല, ഇതെല്ലാം ദൈവം തന്നതാണ്. ഇതെല്ലാം ദൈവം അനുവദിച്ചതാണ്. ദൈവം തന്നതാണ് എന്ന്, ദൈവം അനുവദിച്ചതാണ് എന്നുള്ള സത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് നന്ദി ഉയരും, മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് സ്തുതിപ്പുകൾ ഉയരും. പ്രിയമുള്ളവരെ, അപ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് എളിമപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം ദാനമായി നൽകിയതാണ് എന്നുള്ള സത്യത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് കടന്നു വരുന്ന ഒരു ആത്മാവിന് മാത്രമേ ദൈവത്തിരുമുമ്പിലും സഹോദരത്തിരുമുമ്പിലും എളിമപ്പെടുന്ന മനസ്സിൻ്റെ ആത്മാവിൻ്റെ കൃപയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് കഴിവ് തന്നത്, എനിക്ക് അറിവ് തന്നത്, എനിക്ക് ആരോഗ്യം തന്നത്, എനിക്ക് സമ്പത്ത് നൽകിയത്, എനിക്ക് ജോലി നൽകിയത്, എനിക്ക് വിദ്യാഭ്യാസം നൽകിയത്, എനിക്കെന്തെല്ലാമുണ്ടോ, എന്തെല്ലാം നേടിയോ, എന്തെല്ലാം സ്വന്തമാക്കിയോ, എന്തെല്ലാം ആർജിച്ചോ, അതെല്ലാം ദൈവം ദാനമായി നൽകിയതാണ് എന്നുള്ള സത്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരാത്മാവിന് അഹങ്കരിക്കുവാനായിട്ടൊന്നുമില്ല, ഒരു വ്യക്തിക്ക് അഹങ്കരിക്കുവാനായിട്ടൊന്നുമില്ല. ആ വ്യക്തി ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കും. ദൈവമേ, എൻ്റെ കഴിവിനെ ഓർത്ത് നീ സ്തുതിക്കുന്നു, എൻ്റെ അറിവിനെ ഓർത്ത് നീ സ്തുതിക്കുന്നു, എൻ്റെ സമ്പത്തിനെ ഓർത്ത് നീ സ്തുതിക്കുന്നു,
എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ മാതാപിതാക്കന്മാരെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിപ്പിൻ്റെ നന്ദിയുടെ പ്രാർത്ഥന മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതികമായ നന്മകളുടെ മേൽ, ഭൗതികമായ അനുഗ്രഹത്തിൻ്റെ മേൽ ദൈവീയമായ സംരക്ഷണം വന്ന് വീഴും. ദൈവം തന്ന ഭൗതികമായ നന്മകൾ ദൈവീയമായ സംരക്ഷണത്തിൻ്റെ കീഴിലേക്ക് കടന്നു വരുന്നത് ആ ഭൗതികമായ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്ന നിമിഷം മുതലാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 10-ാം അധ്യായം 19-ാം തിരുവചനപ്രകാരം വെളിപ്പെടുത്തി തരികയാണ്. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കുവാനായിട്ട് എന്തുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരം ജീർണിച്ചു കൊണ്ടിരിക്കുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കുവാനായിട്ട് എന്തുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരം ജീർണിച്ചു കൊണ്ടിരിക്കുന്നു. പൊടിയും ചാരവുമായ മനുഷ്യൻ. ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഡൊമിനിക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു പിടി ചാരമായി, ഒരു പിടി മണ്ണായി ഈ ലോകത്തിൽ മാറുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കുവാനായിട്ട് എന്തുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരം ജീർണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം കഴിയും തോറും ആയുസ്സിൻ്റെ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ, ഒരു നിമിഷം പിന്നിടുമ്പോൾ, ഒരു മാസം പിന്നിടുമ്പോൾ, ഒരു വർഷം പിന്നിടുമ്പോൾ ആയുസ്സിൻ്റെ ദിനങ്ങൾ കുറയുന്നു. മരണത്തിൻ്റെ ദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വചനം പറയുക, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരം ജീർണതയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീയ അറിവിലേക്ക്, ആത്മീയ ജ്ഞാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏത് വ്യക്തിക്കാണ് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഇരിക്കാതിരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം? വീണ്ടും സങ്കീർത്തനം 90:12 തിരുവചനപ്രകാരം വെളിപ്പെടുത്തി തരികയാണ്. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ